ഏതെങ്കിലും ഒരു കുരങ്ങന്റെ വാല് മുറിഞ്ഞ് ആരെങ്കിലും ഉണ്ടായിക്കണമെന്ന് അറിയില്ല. ഏതായാലും ഈ ഇരിക്കണം നിങ്ങളും നിൽക്കണം ഞാനും അങ്ങനെ ഉണ്ടായതാണ്. ഇനി അഥവാ ഒരു വാല് മുറിഞ്ഞതാണെങ്കിൽ തപ്പിയൊക്കെ അതിൻ്റെ ഒരു മുറിയെങ്കിലും ഇപ്പൊ ജനിച്ച് നമുക്ക് കാണണ്ടേ? അതില്ല. ആ കുരങ്ങൻ സാധാരണ നമ്മളെ നാട്ടിൽ ചൊല്ല് പറയാറുണ്ട്, കുരങ്ങൻ പെരയറ്റണ മരിയെന്ന്. ചില മക്കളുണ്ടല്ലോ, പെരയറ്റം പറഞ്ഞാലും കേൾക്കൂല, സ്ഥലം വാങ്ങാൻ പറഞ്ഞാലും കേൾക്കൂല, തറവാട്ടുടിയിൽ ഇങ്ങനെ ഉരുണ്ടുരുണ്ടി ഇറക്കണമെന്ന് ഓ കുരങ്ങൻ പെരയറ്റണ മരിയാണ് എന്ന് പറഞ്ഞാൽ കുരങ്ങൻ ഒരിക്കലും പെരക്ക് തരണം പറ്റില്ല. കുരങ്ങൻ ഒരിക്കലും ഒരു ബിരിയാണി വെക്കാൻ പുതിയിട്ടില്ല. മനുഷ്യൻ അങ്ങനെയല്ല. ഭൂമുഖത്ത് കുരങ്ങന്റെ കുട്ടികൾ നീച്ച് നടക്കാൻ ഏകദേശം ഒരു 3.5 മണിക്കൂർ മതി. മനുഷ്യന്റെ കുട്ടി എഴുന്നേറ്റ് നടക്കാൻ 9 മാസം എടുക്കും അല്ലേ? ആടിന്റെ കുട്ടി എഴുന്നേറ്റ് നടക്കാൻ 2 മണിക്കൂർ വേണ്ട. മനുഷ്യന്റെ കുട്ടി എഴുന്നേറ്റ് നടക്കാൻ 9 മാസം 8 മാസം എടുക്കും. അപ്പൊ അള്ളാഹ് നമ്മളായി പഠിച്ചത്. അതുകൊണ്ട് നമുക്ക് ഒരു ഉടമസ്ഥനുണ്ട്, ഞമ്മക്കൊരു ഉടമസ്ഥനുണ്ട് എന്ന നിലയിലേ നമ്മൾ ജീവിക്കാവൂ. എനിക്ക് തോന്നിയതുപോലെ ഞാൻ ജീവിക്കും, എനിക്ക് തോന്നിയതുപോലെ നടക്കും, എനിക്ക് തോന്നിയതുപോലെ ഉടുക്കും, എനിക്ക് തോന്നിയത് തിന്നും. അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. നമുക്കൊരു ഉടമസ്ഥനുണ്ട്. ആ ഉടമസ്ഥനാണ് നമ്മളെ ഈ ആകാശവും ഭൂമിയും ഒക്കെ നിയന്ത്രിക്കുന്നതും, നമുക്ക് മഴ തരുന്നതും, നമുക്ക് വെള്ളം തരുന്നതും, നമ്മളെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ 9 മാസവും 14 ദിവസവും വൃക്കയും അതുപോലെ തന്നെ കരളും ഹൃദയവും അതുപോലെ നമ്മളുടെ എല്ലാ അവയവങ്ങളെയും, ചെറിയ അവയവങ്ങളെ, ചെറിയ വൃക്ക, ചെറിയ ഹൃദയം, ചെറിയ കരള്, ചെറിയ കുടല്, ഇതൊക്കെ അന്ന് ചെറുത വളരെ മൈന്യൂട്ട് മിഷനാണ്. അങ്ങനെ സൃഷ്ടിച്ചിട്ട് ഭൂമുഖത്തേക്ക് പിന്നീട് വേറെ ഒരു സൃഷ്ടിയാക്കി ഇവിടെ നമ്മൾക്ക് അള്ളാഹു നമ്മളെ ഇവിടെ കൊണ്ടുവന്നതാണ്. അതുകൊണ്ട് ആ റബ്ബ് പറയുന്ന ആരാണ് നല്ലത് ചെയ്യുന്നത് എന്ന് നിരീക്ഷിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഈ ലോകത്തേക്ക് നമ്മളുടെ ജനനവും മരണവും തീരുമാനിച്ചുകൊണ്ട് അയച്ചതാണ്. മരണം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വാട്സപ്പൊക്കെ വേർപാട് എന്നുള്ള ഗ്രൂപ്പ് നോക്കിയാൽ ഒരുപാട് മരണങ്ങൾ. 46 വയസ്സ്, 43 വയസ്സ്, 50 വയസ്സ്, 42 വയസ്സ്, 35 വയസ്സ്. വയസ്സിനൊന്നും ഒരു വ്യത്യാസം കണക്കൊന്നും ആരും നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. പോകേണ്ട നേരത്ത് നമ്മളൊക്കെ പോകണം. ഇപ്പൊ മിനിഞ്ഞാന്ന് പത്രത്തിൽ വായിച്ചു, ഭാര്യ മരിച്ച് 3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഭർത്താവും മരിച്ചു. ആർക്കും പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നുമില്ല. അപ്പൊ നമ്മൾ വേർപെടണം. അപ്പൊ തുടങ്ങിയത് നമ്മൾ അല്ലാഹുവിൽ നിന്ന് നമ്മൾ തുടങ്ങി ഭൂമുഖത്ത് സൃഷ്ടിച്ചു. ഇനി റബ്ബിലേക്ക് തന്നെയാണ് നമ്മളെ മടങ്ങണം. നമ്മൾ ഈ ഭൂമുഖത്ത് കൂടെ ഇതൊക്കെ അങ്ങനെ സുഖം